നമസ്കാരം. ഉത്തർപ്രദേശിലെ കൈസർഗഞ്ചിൽ നിന്ന് ബി.ജെ.പി. ടിക്കറ്റിൽ 3 തവണ എം.പിയായ മുൻ ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് ഇത്തവണ മത്സരരംഗത്തുണ്ടാവില്ല. പകരം അദ്ദേഹത്തിന്റെ മകൻ കരൺ ഭൂഷൺ സിംഗ് ആയിരിക്കും കൈസർഗഞ്ചിൽ നിന്ന് ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി മത്സരിക്കുക. ദേശീയ ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ട ലൈംഗികാരോപണ വിവാദത്തിൽ കുടുങ്ങി ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച ബ്രിജ്ഭൂഷണ് കനത്ത തിരിച്ചടിയാണ് പാർട്ടി തീരുമാനം. ഇത്തവണയും താൻ തന്നെ കൈസർഗഞ്ചിൽ നിന്ന് സ്ഥാനാർത്ഥിയാവുമെന്നായിരുന്നു ബ്രിജ്ഭൂഷൺ നേരത്തെ പ്രതികരിച്ചിരുന്നത്. എന്നാൽ ബ്രിജ്ഭൂഷണെതിരെ ഗുസ്തി താരങ്ങൾ തെരുവിൽ പ്രതിഷേധങ്ങളും സമരങ്ങളുമായി ഇറങ്ങിയതടക്കം തിരിച്ചടിയാകുമെന്ന് ഭയന്നാണ് ബി.ജെ.പിയുടെ തീരുമാനം. ഉത്തർപ്രദേശ് ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റാണ് കരൺ ഭൂഷൺ. ബ്രിജ്ഭൂഷന്റെ മറ്റൊരു മകൻ പ്രദീപ് ഭൂഷൺ സിംഗ് ഉത്തർപ്രദേശിലെ എം.എൽ.എ. ആണ്. കഴിഞ്ഞ 3 തവണയും കൈസർഗഞ്ചിനെ പ്രതിനിധീകരിച്ചത് ബ്രിജ്ഭൂഷൺ ആയിരുന്നുവെങ്കിലും ഗുസ്തി വിവാദം തിരിച്ചടിയാവുമോ എന്ന ആശങ്കയാണ് ഇത്തവണ സീറ്റ് നഷ്ടപ്പെടുന്നതിലേക്ക് എത്തിച്ചത് എന്നാണ് വിവരം. 5ാം ഘട്ടത്തിൽ മെയ് 20-നാണ് കൈസർഗഞ്ച് അടക്കമുള്ള മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. സ്ഥാനാർത്ഥിയെ ബി.ജെ.പി. നേതൃത്വം ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. പത്രിക സമർപ്പിക്കുന്നതിന് 1 മണിക്കൂർ മുൻപ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചാലും താൻ കൈസർഗഞ്ചിൽ ജയിച്ചിരിക്കുമെന്നും ഇവിടെ 99.9% താൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥിയെന്നും നേരത്തെ ബ്രിജ്ഭൂഷൺ പ്രതികരിച്ചിരുന്നു. കഴിഞ്ഞ തവണ 2.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചതെങ്കിലും അവസരം കിട്ടിയാൽ ഇത്തവണ 5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും ബ്രിജ്ഭൂഷൺ അവകാശപ്പെട്ടിരുന്നു. ഇതിനിടെയാണ് ബ്രിജ്ഭൂഷന്റെ മകൻ കരൺ ഭൂഷൺ സിംഗിനെ സ്ഥാനാർത്ഥിയാക്കാൻ ബി.ജെ.പി. നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. വനിതാ ഗുസ്തി താരങ്ങളോട് ലൈംഗിക അതിക്രമം കാണിച്ചുവെന്ന പരാതിയെ തുടർന്നാണ് ബ്രിജ്ഭൂഷൺ വിവാദത്തിലായത്. താരങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബ്രിജ്ഭൂഷണെതിരെ ഡൽഹി പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 354, 354A, 354D, 506 എന്നീ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരുന്നത്. 1 ദശാബ്ദത്തിലേറെയായി റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്ന ബ്രിജ്ഭൂഷൺ സിംഗ് കഴിഞ്ഞ വർഷം ആദ്യമാണ് വാർത്തകളിൽ ഇടം നേടിയത്. രാജ്യത്തെ മുൻനിര ഗുസ്തിക്കാരനായ ബജ്രംഗ് പുനിയ, വിനേഷ് ഫോഗട്ട്, സാക്ഷി മാലിക് എന്നിവർ വനിതാ ഗുസ്തിക്കാരെ ലൈംഗികമായി ഉപദ്രവിക്കുന്നു ഇയാൾ എന്നാരോപിച്ച് വൻ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു. 2011 മുതൽ ഗുസ്തി ഫെഡറേഷന്റെ പ്രസിഡന്റാണ് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ്. അതേസമയം ഉത്തർപ്രദേശിലെ കൈസർഗഞ്ചിൽ നിന്നുള്ള ബി.ജെ.പി. എം.പി. കൂടിയായ ഇദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ബി.ജെ.പിയെയും വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്നു. ഉത്തർപ്രദേശിലെ ഗോണ്ട, കൈസർഗഞ്ച്, ബൽറാംപൂർ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച് 6 തവണ ബി.ജെ.പി. എം.പി. ആയിരുന്നു ഇയാൾ. വർഷങ്ങളായി ഇയാൾ വനിതാ ഗുസ്തി താരങ്ങളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതായി ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് ആരോപിച്ചിരുന്നു. 91-ൽ ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് 10ാം ലോക്സഭയിലേക്കാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നീട് 99, 2004, 2009, 2014, 2019 വർഷങ്ങളിൽ ഇയാൾ വീണ്ടും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 2009-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി ടിക്കറ്റിൽ കൈസർഗഞ്ചിൽ നിന്നാണ് ഇയാൾ മത്സരിച്ചത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ബി.ജെ.പിയിൽ ചേർന്നു. തുടർന്ന് 2014-ലും 2019-ലും ബി.ജെ.പി. ടിക്കറ്റിൽ മത്സരിച്ച് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. ബാബറി മസ്ജിദ് തകർത്ത കേസിലെ പ്രതിപട്ടികയിൽ ഇടം പിടിച്ച ആളുകൂടിയാണ് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ്. പിന്നീട് ഇയാളെ കോടതി കുറ്റവിമുക്തനാക്കി. 2020-ൽ കോടതി കുറ്റവിമുക്തനാക്കിയ ബി.ജെ.പി. നേതാവ് എൽ.കെ. അദ്വാനി ഉൾപ്പെടെയുള്ള കുറ്റാരോപിതരായ 40 നേതാക്കളുടെ പട്ടികയിൽ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിൻ്റെ പേരുമുണ്ടായിരുന്നു. നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ഇയാൾ ദശാബ്ദത്തോളമായി ഗുസ്തി ഫെഡറേഷനിലെ ശക്തമായ സ്വാധീനമായി നിലകൊള്ളുകയായിരുന്നു. നേരത്തെ രാജ് താക്കറെക്കെതിരെ വിവാദ പ്രസ്താവന ഇറക്കിയ ഇയാൾ വിനേഷ് ഫോഗട്ട് ഉന്നയിച്ച ആരോപണങ്ങൾ നേരത്തെ നിഷേധിച്ചിരുന്നു. ലൈംഗിക പീഡന ആരോപണങ്ങളെല്ലാം തെറ്റാണ്, അവ ശരിയാണെന്ന് കണ്ടെത്തിയാൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്നായിരുന്നു അന്ന് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിൻ്റെ വാദം. ഞാൻ ഗുസ്തിക്കാരുമായി സംസാരിക്കാൻ ശ്രമിച്ചു, ബജ്രംഗ് പുനിയ ഉൾപ്പെടെയുള്ളവർ അതിന് ശ്രമിച്ചില്ല. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളോട് പ്രതികരിക്കവേ ഇയാൾ ഇങ്ങനെയും നേരത്തെ വ്യക്തമാക്കിയിരുന്നു.